എന്തുകൊണ്ട് ഞാൻ ബൈബിൾ വിശ്വസിക്കണമെന്ന് ചോദിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. ഒറ്റ കാര്യം മാത്രം മതി. 2400 വർഷങ്ങൾക്കപ്പുറത്ത് ഈ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്ന് നീ നിന്റെ തലമുറയിൽ കാണുന്നെങ്കിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് ദൈവിക പ്രവചനങ്ങളാണെന്നും ഇത് ദൈവനിശ്വാസീയമാണെന്നും സകല തിരുവെഴുത്തും ദൈവനിശ്വാസീയമെന്ന വചനത്തിൽ പറയുന്നെങ്കിൽ അത് അക്ഷരം പ്രതി ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ന്യായപ്രമാണത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ തയ്യാറാകണം. പലതും തുടങ്ങി വെച്ചു പൂർത്തീകരിക്കാൻ പറ്റിയില്ല, പലതും സ്റ്റാർട്ട് ചെയ്തു നിന്നുപോയി, പലതും തുടങ്ങി വെച്ചു ഇനി എവിടെയായെന്ന് പോലും അറിയത്തില്ല, എവിടെയോ കുടുങ്ങിക്കിടക്കുക. 2024 ദൈവം നിന്നെ കൊണ്ട് ചിലത് തുടങ്ങിച്ചെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഇത് നിന്നു പോകുന്ന ഒന്നല്ല, നിന്നെ കൊണ്ട് അടിസ്ഥാനം ഇടിയിച്ചതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം 2025 നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആണ്ടിൻ്റെ അവസാനത്തെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചും ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോനിഷ് മാത്യു അവറുകൾ ഈ തലമുറയിൽ ദൈവം അതിശക്തമായി വിവിധ ദേശങ്ങളിൽ വിവിധ സഭകൾക്ക് വിവിധ രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി ദൈവം ഉപയോഗിക്കുന്ന പ്രിയ കർത്തദാസനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും കർത്തദാസൻ്റെ ഭാവത്തിൽ കുടുംബത്തോടൊപ്പമായിരിക്കുന്നത് സന്തോഷം. കൂടി വന്നിരിക്കുന്ന ദൈവജനം, ഈ സഭ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഒത്തിരി സന്തോഷമാണ് ഈ സഭയിൽ വരുന്നത്. കാരണം ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുന്നൊരു സഭയായത്. ചുറ്റും ഒരുപാട് ദേശാധിപതികളുടെ ശക്തികൾ നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം ജയത്തോടെ നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിൽക്കുന്നൊരു സഭയാണ് ഡെലിവറൻസ് ചർച്ച്. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടവരുത്തിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുൻപും ഈ സഭയിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവം ഇടവരുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഒരു വേദഭാഗം വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം 9-ാം വാക്യം. ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-9 വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. 9-ാം വാക്യം. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പത്തേതിലും വലിയതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണം. അടിയൻ വാതുറക്കും, അങ്ങ് സംസാരിക്കും. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ദാസൻ ഇപ്പോൾ റായ്പൂരിൽ അങ്ങയുടെ വചനവുമായി നിൽക്കുന്നു. കർത്താവെ, ജനത്തിൻ്റെ ഇടയിലേക്ക് എറിയപ്പെട്ട ഒരു തീപ്പന്തം പോലെ കർത്താവെ, ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്തെടുക്കണമേ. ഒരു ശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷ, ഒരു കത്തിക്കലിൻ്റെ ശുശ്രൂഷ നീ നിൻ്റെ ദാസനിലൂടെ അവിടെയും ചെയ്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളോടും സംസാരിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞ ശേഷം ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. ഹല്ലേലൂയ. അവിടെ ഒരു സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇച്ചിരി സമയം ഒന്ന് കഴിഞ്ഞിട്ട്. ഹല്ലേലൂയ. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്. ഹല്ലേലൂയ. ഇത് ആണ്ടിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം നമുക്ക് നൽകിയ നല്ല ദാനങ്ങളെ ഓർത്ത്, ദൈവം നമ്മളെ സൂക്ഷിച്ച സൂക്ഷിപ്പിനെ ഓർത്ത്, ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തന്നതിനെ ഓർത്ത്, ദൈവം നമുക്ക് നല്ല ജോലി തന്നതോർത്ത്, നല്ല തലമുറകളെ തന്നതോർത്ത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നതോർത്ത് എല്ലാം ദൈവസന്നിധിയിൽ നന്ദി കരയറ്റാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് ചാൻസാണ്. ഹല്ലേലൂയ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നാം കൂടി വരുന്നത് ആരാധനയോടാ, സ്തോത്രത്തോടാ. കർത്താവെ, നടത്തിയ വിധങ്ങൾക്ക് നന്ദി, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങനെയെങ്കിൽ നടത്തിയ നാഥന് നന്ദി കരയറ്റാൻ, അവരെ ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലാസ്റ്റ് ചാൻസായത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നാം നന്ദിയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ആരാധനയോടെ ആയിരിക്കണം, അവനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഒരു സമയത്തെക്കുറിച്ച് പറയാം, ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്. ഹല്ലേലൂയ. ഒരു വർഷം കഴിഞ്ഞിട്ടെന്നല്ല,
അല്പസമയം കഴിഞ്ഞിട്ടെന്നല്ല, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടെന്നല്ല, ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഒരു തിടുക്കം കൂടി അതിൽ കാണിക്കുക. വരാനുള്ളൊരു സമയത്തെക്കുറിച്ച് എന്നതുപോലെ ഒരു തിടുക്കം കൂടെ നാം അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചിലതിനെയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചിലതിനെയൊക്കെ ഇളക്കും. ഹല്ലേലൂയ. ഞാൻ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്തെടുക്കും. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് വാഗ്ദത്തങ്ങളെ നീ കാണാൻ പോകുകയാ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിന്റെ ശുശ്രൂഷയിൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്തെടുക്കാൻ പോകുകയാ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിന്റെ സഭയിൽ ഞാൻ അത്ഭുതങ്ങളെ ചെയ്തെടുക്കാൻ പോകുകയാ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് ദേശത്ത് നിന്റെ സഭയെ ഞാൻ മാനിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനിയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. പ്രിയ സഹോദരി, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൽ ആ ഒരു വാക്യം, ആ ഒരു വാചകം ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുക. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. ഹല്ലേലൂയ. അത് സെരൂബാബേലിനോടുള്ള ഒരു ദൈവത്തിൻ്റെ ആലോചന. സെരൂബാബേലെ, നീ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടെങ്കിൽ നീ അതിനെ പൂർത്തീകരിക്കും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, 2024 നീ ചിലതിനെ അടിസ്ഥാനമിട്ടെങ്കിൽ, 2024 നീ ചിലത് തുടങ്ങി വെച്ചെങ്കിൽ, 2024 നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു വിത്തിട്ടെങ്കിൽ, 2024 നിന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ആഗ്രഹത്തെ തന്നെങ്കിൽ, 2024 ദൈവം നിന്നെ കൊണ്ട് ചിലത് തുടങ്ങിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇത് നിന്നു പോകുന്ന ഒന്നല്ല, നിന്നെ കൊണ്ട് അടിസ്ഥാനമിടിച്ചതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവം 2025 നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പലതും വാഗ്ദത്തങ്ങൾ കേട്ടതാ. അല്ലെങ്കിൽ പലതും ഒത്തിരി കേട്ട് മടുത്തതുമാ. പലതും ജീവിതത്തിൽ പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. പലതും തുടങ്ങി വെച്ചു, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പലതും സ്റ്റാർട്ട് ചെയ്തു, നിന്നുപോയി. പലതും തുടങ്ങി വെച്ചു, ഇനി എവിടെയായെന്ന് പോലും അറിയത്തില്ല, എവിടെയോ കുടുങ്ങിക്കിടക്കുക. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാ, ആത്മാവിൽ ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് പറയാ, ഹല്ലേലൂയ, ദൈവം നിന്റെ മേൽ, നിന്റെ ഹൃദയത്തിൽ ഇട്ട ഒരു സ്വപ്നം, ദർശനം, ദൈവം നിന്റെ ഹൃദയത്തിൽ തന്ന ഒരു വാഗ്ദത്തം, അത് ദൈവം തന്നതാണെങ്കിൽ അവൻ നിന്നെ കൊണ്ട് പൂർത്തീകരിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം ഒരു വാഗ്ദത്തം തന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരു വാഗ്ദത്തം തന്നെങ്കിൽ മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞൊരു ദിവസം ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ പറയണ്ടായി, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും, ഒരു ആപ്ലിക്കേഷനും കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലും, എങ്ങും ഒരു ഡോർ നമ്മുടെ മുമ്പിൽ തുറന്നിരിപ്പില്ലെങ്കിലും, എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണെങ്കിലും, വഴികളൊന്നും മുന്നിൽ കണ്ടില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്ന കാര്യം മാത്രം നീ ചെയ്താൽ മതി. ഹല്ലേലൂയ. അല്പകാര്യം, വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചൊന്ന് ഒരുങ്ങുന്ന, വാഗ്ദത്തത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക. വാഗ്ദത്തം നീ കേട്ടെങ്കിൽ വഴി നിന്റെ മുമ്പിൽ കാണത്തില്ല. പക്ഷേ വിശ്വാസത്തോടെ നീ ചെറിയ കാര്യങ്ങളെ ചിലതിനെ ചെയ്തെടുക്ക്. സെരൂബാബേലെ, നിന്നെ കൊണ്ട് തുടങ്ങിക്കുന്നതിനെ പൂർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു കാലഘട്ടം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഹല്ലേലൂയ. അല്പകാര്യങ്ങൾ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഈ ഒരു കാലഘട്ടം വളരെയധികം പ്രത്യേകതയുള്ളൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ഈ ഒരു തലമുറ, നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം, ഹല്ലേലൂയ, വളരെയധികം പ്രത്യേകതകൾ, പ്രത്യേകിച്ചും ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം, ഒരു ഉണർവിന് വേണ്ടി ദൈവം തൻ്റെ ജനത്തെ ഒരുക്കുന്നൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ തലമുറയിൽ നാം കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവം തൻ്റെ ജനത്തെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉണർവ് നാം നമ്മുടെ തലമുറയിൽ കാണാൻ പോകുന്ന ഒരു കാലഘട്ടമായത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നവർ പോലും, ഹല്ലേലൂയ, ദൈവ വഴി വിട്ടു നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹല്ലേലൂയ. എഫ്രൈമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എഫ്രൈം മറിച്ചിടാത്ത ദോശ. ഹല്ലേലൂയ. എഫ്രൈം ജാതികളുമായി ഇടകലർന്നിരിക്കുന്നു. എഫ്രൈം മറിച്ചിടാത്ത ദോശ എന്ന് വെച്ചാൽ പാതി വെന്ത ദോശ. ദോശ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ 2 സൈഡും വേവിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ.
ദോശ രണ്ട് സൈഡും വേവിക്കാതെ കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ മാവ് പുളിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയുടെ ഒരു സൈഡ് മാത്രം വെന്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് പുളിപ്പുള്ളതായി തന്നെ ഇരിക്കും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പാതി വെന്ത ദോശയായിട്ട് ദൈവസന്നിധിയിൽ നിനക്ക് വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെയാ പലരും ഹല്ലേലൂയ ജാതികളുമായി ഇടകലർന്നിരിക്കുന്നു. ഒരു സൈഡിൽ ആത്മീകൻ്റെ പരിവേഷം, അടുത്ത സൈഡിൽ ജഡീകന്റെ പരിവേഷം. ഹല്ലേലൂയ. ചർച്ചിൽ വരുമ്പോൾ ആത്മീകത, പുറത്തിറങ്ങുമ്പോൾ ജഡീകത. ഇങ്ങനെ ദൈവസന്നിധിയിൽ വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എഫ്രൈമിനെ പോലെ പാതി വെന്ത മറിച്ചിടാത്ത ദോശകൾ ഒത്തിരി നമ്മുടെ മുമ്പിലുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ മാതൃകകൾ കുറവുള്ള ഒരു കാലഘട്ടം. ഈ തലമുറയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് മാതൃകയാകാനാണ്. പാതി വെന്ത ദോശയാവാനല്ല. ഹല്ലേലൂയ. പാതി വെന്ത ആത്മീകനാകാനല്ല. ചർച്ചിൽ വരുമ്പോൾ ആത്മീകനും പുറത്തിറങ്ങുമ്പോൾ ജഡീകനുമാകാനല്ല. അകത്തും പുറത്തും ഒരുപോലെ ദൈവ സാന്നിധ്യത്തെ അറിയിക്കുന്ന, ദൈവത്തെ ഹല്ലേലൂയ ദൈവ പൈതലാണെന്ന് വിളിച്ചോതുന്ന ഹല്ലേലൂയ മാതൃകയുള്ള ജീവിതം നയിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നൊരു കാലഘട്ടം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നൊരു കാലഘട്ടം. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ കർത്താവ് ഇപ്പോൾ വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷമുള്ള തലമുറകൾ മുഴുവൻ അതേ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് നമ്മളെ ചേർക്കും എന്ന വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അധികമായി നമ്മുടെ കാലഘട്ടത്തിൽ നാം പ്രതീക്ഷിക്കണം. എന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ സകലതും പൂർത്തിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വചനം പറയുന്നത് പോലെ അവൻ അടുക്കൽ വാതിക്കൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏത് സമയവും നമ്മുടെ പ്രാണനാഥനെ നാം പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താ? ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ. അത് നമ്മുടെ തലമുറയിൽ നടക്കും. രണ്ടാമത്തേത് മാതൃകയായിരിക്കേണ്ട ഒരു കാലഘട്ടം. മൂന്നാമത്തേത് പ്രാണപ്രിയനെ ഏത് സമയത്തും നാം കാത്തിരിക്കേണ്ട ഒരു കാലഘട്ടം. ഹല്ലേലൂയ. സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ മാസങ്ങളിലെ കഴിഞ്ഞ ഒരു വർഷമായി നാം ഒത്തിരി പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു വേദഭാഗമാ. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്ങൾ നശിപ്പിക്കും, എക്രോന് നിർമൂലനാശം വരും, സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം, ഫെലിസ്ത്യ ദേശമായ കനാനെ നിനക്ക് നിവാസികൾ ഇല്ലാതെയാകും വണ്ണം നിന്നെ ശൂന്യമാക്കും, യഹോവയുടെ കൈ നിനക്ക് വിരോധമായിരിക്കുന്നു തുടങ്ങി മോവാബിനോടും അമോനിനോടുമൊക്കെ പ്രവചിക്കുകയാ. അല്ല, നിന്നെ സോദോമിനെയും ഗോമോറയെയും പോലെ ഉപ്പുപടനെയും തൂവക്കാടും ശാശ്വത ശൂന്യവുമാക്കും. എന്തുകൊണ്ടാ? 10-ാം വാക്യം, സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്നയും വമ്പും കാട്ടിയിരിക്കുന്നു. യഹോവയുടെ കൈ അവർക്ക് വിരോധമായിരിക്കും, യഹോവ അവർക്ക് ഭയങ്കരനായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ഇന്ന് നമ്മുടെ സഭയ്ക്ക് നേരെ, നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് നേരെ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് നേരെ നമ്മളോട് പോരാടുന്ന എല്ലാ ദേശാധിപതിയുടെ ശക്തികളോടും പോരാടുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 2024 സഭ ഒരുപാട് പ്രതികൂലങ്ങൾ കണ്ടെങ്കിൽ, 2024 ഹല്ലേലൂയ അന്യാരാധനയുടെ ശക്തികൾ നിന്നോട് പോരാടിയെങ്കിൽ, 2024 ദേശാധിപതിയുടെ ശക്തികൾ നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി വിളങ്ങിയെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം ചിലതിനെയൊക്കെ ഇളക്കും. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ഇനിയും പ്രതിഷ്ഠിക്കാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ പറയുക, ഇനിയും പ്രതിഷ്ഠിക്കാൻ കഴിയാത്തവണ്ണം ഹല്ലേലൂയ ചിലതിനെയൊക്കെ ഇളക്കുന്ന, ചില പ്രതിഷ്ഠകളെ ഇളക്കുന്ന, ചില അന്യാരാധനയുടെ ശക്തികളെ ഇളക്കുന്ന ഹല്ലേലൂയ ദൈവപ്രവൃത്തി ദേശത്ത് വിളങ്ങുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ വരാൻ പോകുകയാ. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞ ശേഷം ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. ആകാശത്തിൻ്റെ ശക്തികൾ നമുക്ക് വിരോധമായി നിൽക്കുകയാണ്. ഭൂമിയുടെ ശക്തികൾ നമുക്ക് വിരോധമായി നിൽക്കുകയാണ്. കാറ്റിൻ്റെയും കടലിൻ്റെയും ശക്തികൾ നമുക്ക് വിരോധമായി നിൽക്കുകയാണ്. പക്ഷെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ.
ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും കാറ്റിനെയും കടലിനെയും കരയെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ, നീ അവനെയാണ് സേവിക്കുന്നെങ്കിൽ, അവന്റെ വേലയാണ് നീ ചെയ്യുന്നതെങ്കിൽ, അവന് വേണ്ടിയാണ് നീ ദേശത്ത് നിലകൊള്ളുന്നതെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുക, പിന്നെ ഏത് ശക്തിയാ നിനക്ക് വിരോധമായി വരുന്നത്? പിന്നെ ഏത് ശക്തിയാ നിന്റെ സഭയ്ക്ക് വിരോധമായി വരുന്നത്? ദൈവം സകലത്തെയും ഇളക്കുന്ന ഒരു കാലഘട്ടമാണ്. അടുത്തത് ഹല്ലേലൂയ, ഈ ആലയത്തിൻ്റെ പിമ്പിലത്തെ മഹത്വം മുമ്പിലത്തേതിലും വലിയതായിരിക്കും. ഹല്ലേലൂയ. ഈ ആലയത്തിൻ്റെ പിമ്പിലത്തെ മഹത്വം മുമ്പിലത്തേതിലും വലിയതായിരിക്കും. നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്: നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഹല്ലേലൂയ. നിങ്ങളിൽ ഈ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ എത്രാമത്തെ തലമുറയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ പിതാക്കന്മാരിലൂടെ കേട്ടറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ദൈവം ചെയ്തെടുത്ത, ദൈവജനത്തിനിടയിൽ ചെയ്തെടുത്ത വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ, ഇതൊക്കെ കേട്ട് വളർന്നവരും വായിച്ചു വന്നവരുമാണ് നമ്മൾ. നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത് നമ്മുടെ സഭകളിൽ ദൈവം ചെയ്ത രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, ഇതൊക്കെ കേട്ട് വന്നവരാണ് നമ്മൾ. പക്ഷെ ഇന്ന് നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ ഇതൊക്കെ എവിടെ പോയി? വേദപുസ്തകം ചോദിക്കുക, നിങ്ങളിൽ ഈ ആലയത്തെ അല്ലെങ്കിൽ ഈ ആത്മീയ അനുഭവത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു? ഇപ്പോൾ കണ്ടിട്ട്, അന്ന് കണ്ടവരോട് ചോദിക്കുക, ഇപ്പം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? അങ്ങനെ ഏതുമില്ലാത്തതുപോലെ തോന്നുന്ന ഒരു ആത്മീയ അനുഭവമുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഹഗ്ഗായി പ്രവാചകനിലൂടെ നമ്മളോട് സംസാരിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഉണർവയ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ അനുഭവം ഏതുമില്ലാത്തതുപോലെ തോന്നുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ, ഞാൻ നിന്റെ ഇടയിലേക്ക് ഒരു ഉണർവയ്ക്കാൻ പോകുക. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, ഒത്തിരി കാത്തിരിക്കേണ്ട, ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കാൻ പോകുക. നമ്മൾ കേട്ടു, ഗസ്സ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും, എക്രോന് നിർമൂലനാശം വരും, ക്രേത്യ സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമ്മൾ കേട്ടു. എന്താ? ഇവർ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് നിന്നയും വമ്പും കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടെന്താ? യഹോവയുടെ കൈ അവർക്ക് വിരോധമായിരിക്കും, യഹോവ അവർക്ക് ഭയങ്കരനായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഇതൊക്കെ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നാം കാണുന്നില്ലേ? ഗസ്സ നിർജ്ജനമായോ? ഗാസ നിർജ്ജനമായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗാസ നിർജ്ജനമായെന്ന് മാത്രമല്ല, നിർജ്ജനമായ ഗാസയിൽ അവർ ബങ്കറുകളിൽ പോയി ഒളിച്ചു. അവിടെ തേടി പിടിച്ചു ചെന്ന് കൊന്നു. തേടി പിടിച്ചു ചെന്ന് ബങ്കറുകളിൽ കൊന്നത് പോരാഞ്ഞിട്ട് ഈ തുരങ്കങ്ങളിൽ എന്ത് ചെയ്തു? വെള്ളം നിറച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു. നിർജ്ജനമായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം സെഫന്യാവിന്റെ പുസ്തകം, വിശുദ്ധ വേദപുസ്തകത്തിൽ, ഹല്ലേലൂയ, പഴയ നിയമത്തിലുള്ള ഒരു വേദപുസ്തകം അല്ല, പഴയ നിയമത്തിലുള്ള ഒരു പുസ്തകമാണ്. ഹല്ലേലൂയ. ഈ പഴയ നിയമ പുസ്തകങ്ങൾ യേശുക്രിസ്തുവിനും 400 വർഷങ്ങൾക്ക് അപ്പുറത്ത് എഴുതപ്പെട്ടതാണ്. പഴയ നിയമ പുസ്തകങ്ങളുടെ അവസാന പുസ്തകം എഴുതപ്പെട്ടത് ക്രിസ്തുവിനും 400 വർഷങ്ങൾക്ക് അപ്പുറത്താണ്. അങ്ങനെയെങ്കിൽ 2400 വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഒരു പ്രവചനം ഇന്ന് നാം നമ്മുടെ തലമുറയിൽ കാണുകയാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ വിശ്വസിക്കാൻ ഇനി എന്തെങ്കിലും ഒരു സംശയം ആർക്കെങ്കിലും വേണോ? ഇനി എന്തെങ്കിലും ഒരു കാരണം വേണോ? 2400 എന്തുകൊണ്ട് ഞാൻ ബൈബിൾ വിശ്വസിക്കണമെന്ന് ചോദിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. ഒറ്റ കാര്യം മാത്രം മതി. 2400 വർഷങ്ങൾക്കപ്പുറത്ത് ഈ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവചനങ്ങൾ ഇന്ന് നീ നിന്റെ തലമുറയിൽ കാണുന്നെങ്കിൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് ദൈവിക പ്രവചനങ്ങളാണെന്നും ഇത് ദൈവനിശ്വാസീയമാണെന്നും സകല തിരുവെഴുത്തും ദൈവനിശ്വാസീയമെന്ന വചനത്തിൽ പറയുന്നെങ്കിൽ അത് അക്ഷരം പ്രതി ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ന്യായപ്രമാണത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് വരും. ആരും എടുക്കണമെന്നില്ല. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ ഒരു ചോദ്യം കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഗുരു, നിന്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാ? യേശുക്രിസ്തു പറയുക, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും.
ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും കലഹിക്കും. ഹല്ലേലൂയ. രോഗങ്ങളുണ്ടാകും, വ്യാധികളുണ്ടാകും, പകർച്ചവ്യാധികളുണ്ടാകും, കലഹങ്ങളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. ഇതെല്ലാം സംഭവിക്കും. ജാതികൾ നിങ്ങളെ പകയ്ക്കും. അനുഭവിക്കുന്നുണ്ടോ? ജാതികൾ ദൈവജനത്തെ പകയ്ക്കുന്നുണ്ടോ? അടുത്തത്, നിങ്ങൾ തമ്മിൽ പകയ്ക്കും. ദൈവത്തിൻ്റെ ജനം തമ്മിൽ പകയ്ക്കുന്ന അവസ്ഥ നാം പലയിടത്തും കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ലക്ഷണമായി നിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ സംഭവിക്കും. രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാ. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കേൾക്കുന്നുണ്ട്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും കലഹിക്കുന്നുണ്ട്. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെവിടങ്ങളായി ഉണ്ടാകുന്നുണ്ട്. ജാതികൾ നമ്മളെ പകയ്ക്കുന്നുണ്ട്. നമ്മളുടെ ഇടയിലും തമ്മിൽ തമ്മിൽ പകയ്ക്കുന്ന അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് നമ്മളോട് പറയുക, ഇതൊക്കെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കാനല്ല, ഇതൊക്കെ കണ്ടിട്ട് വചനത്തിന്റെ പ്രവചനങ്ങളൊക്കെ നടക്കുന്നല്ലോ എന്ന് കണ്ട് ഹല്ലേലൂയ ആശ്ചര്യപ്പെട്ട് നിൽക്കാനല്ല, അത്ഭുതപ്പെട്ട് നിൽക്കാൻ ല്ല, ഇതിനപ്പുറത്ത് രാജ്യത്തിന്റെ സുവിശേഷം പരക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതിന്റെ ഭാഗവാക്കാനാ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും, ലോകത്തിൽ എന്തൊക്കെ സംഭവങ്ങളോ വ്യാധികളോ യുദ്ധങ്ങളോ എന്തൊക്കെ തന്നെ നടന്നാലും, അപകടങ്ങൾ എത്ര വർദ്ധിച്ചു വന്നാലും ഇതൊക്കെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയല്ല. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രാണനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു ശുശ്രൂഷയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അധ്വാനിപ്പാൻ നാം തയ്യാറാകണം. അടുത്തത്, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഒരു മിന്നലടിക്കാൻ എന്ത് സമയം വേണം? മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങണമെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതുപോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ബാക്കി ലക്ഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ഇത് മാത്രമേ നാം കാണാനുള്ളൂ. ഹല്ലേലൂയ. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. യേശുക്രിസ്തുവിനോട് ഈ ലക്ഷണങ്ങൾ ചോദിച്ചപ്പോൾ ഇത്രയും നീണ്ടിയൊരു ലിസ്റ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കേൾക്കും, രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും കലഹിക്കും. ഇതെല്ലാം പറഞ്ഞെങ്കിലും പൗലോസ് തിമത്യോസിന് എഴുതുമ്പോൾ, ഹല്ലേലൂയ, 2-ാം പുസ്തകം 3-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അവിടെ ഹല്ലേലൂയ ഈ ഒരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഒന്ന് വായിക്കാമോ ആരെങ്കിലും? വായിച്ചോ. അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നിഗളികളുമായ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. മതി. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. ഈ ലിസ്റ്റ് വീട്ടിൽ പോയിട്ട് ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് വലിയ പാപങ്ങളുടെ ലിസ്റ്റ് ഒന്നുമല്ല അവിടെ പറയുന്നത്. അല്ലെങ്കിൽ നാം മനസ്സിൽ വലിയ പാപങ്ങളായിട്ടോ വലിയ തെറ്റുകളായിട്ടോ ഒന്നും കാണുന്നൊരു ലിസ്റ്റ് അല്ല അവിടെ പറയുന്നത്. ഇത് ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ പോയിട്ട്. എന്നിട്ടൊന്ന് ശോധന ചെയ്യണം, കർത്താവേ ഇതെന്തെങ്കിലും എൻ്റെ അകത്തുണ്ടോ? യേശുക്രിസ്തു ലോക സംഭവങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും നീണ്ട ഒരു ലിസ്റ്റ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ 2-ാം വരവിനെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് തിമത്തിയോസിനോട് ഒറ്റ വാക്കിൽ അത് മൊത്തം ഒതുക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, നിശ്ചയം. അത് നീ അറിയുക. അത് നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. നീ വായിച്ചിട്ടുണ്ടെങ്കിലും വായിച്ചിട്ടില്ലെങ്കിലും അത് സംഭവിക്കും. നീ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇത് സംഭവിക്കും. നീ അതനുസരിച്ച് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കും. ഹല്ലേലൂയ. ഇത് വരുമ്പോൾ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയല്ല. ഇത് കണ്ടിട്ട് ഹല്ലേലൂയ എൻ്റെ ബൈബിളിൽ പറയുന്നതൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പ് പറയുകയല്ല. ഇതൊക്കെ കാണുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിഞ്ഞുകൊണ്ട് പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി നിന്നെ തന്നെ ഒരുക്കണം.
അടുത്തത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളുടെ നീണ്ട ഒരു ലിസ്റ്റ് പൗലോസ് അവിടെ പറയുക. ഹല്ലേലൂയ. ഈ ലോക സംഭവങ്ങളെ മുഴുവൻ ഹല്ലേലൂയ ലഘൂകരിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ട് ബാക്കി മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിൻ്റെ നീണ്ട ഒരു ലിസ്റ്റ് പറയുക. ഇത്രയും വലിയ ലിസ്റ്റൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ജഡീകൻ ലോക മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. ഹല്ലേലൂയ. നാം കാണുന്നത് അവരിലല്ലേ ഇതൊക്കെ. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ താഴെ ഒരു വാചകമുണ്ട്. ഇതൊക്കെ ആയിട്ട് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായിട്ട് നടക്കുന്നത് ആരാ? ലോകമനുഷ്യനല്ലേ. അടുത്തത് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഹല്ലേലൂയ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി എന്നാൽ ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സഭയ്ക്കകത്ത് വരുന്നവരും. ഈ വർഷത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, പാസ്റ്റർ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ. മറ്റ് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് പറ്റും. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് പറ്റും. നമ്മുടെ ടീച്ചർമാരെ പറ്റിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം ഒന്നുകൂടി ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ന്യായപ്രമാണം അനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ എന്നൊന്നുകൂടെ നാം ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ, ഈ പറയുന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഈ ലോകത്ത് നിന്ന് ഹല്ലേലൂയ കടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. യേശുക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? തങ്ങളുടെ ഗുരു തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു, വീണ്ടും കിട്ടി, ഉയർത്തെഴുന്നേറ്റ് വന്നു. പക്ഷേ അവരുടെ ഇതൊക്കെ അവർക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ സന്തോഷമൊക്കെ വീണ്ടും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു മേഘങ്ങളിൽ വീണ്ടും എടുക്കപ്പെട്ട പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. മേഘങ്ങളിൽ എടുക്കപ്പെട്ടു പോകുക. ഇത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടവർ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ ഉള്ളിലൊരു ദുഃഖമൊക്കെ ഉണ്ട്. എന്താ? തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ തങ്ങളുടെ ഗുരുവായി, തങ്ങളുടെ നേതാവായി, തങ്ങളുടെ സുഹൃത്തായി, തങ്ങളുടെ പ്രിയപ്പെട്ടവനായി, തങ്ങളുടെ ഒപ്പം തങ്ങളുടെ മുമ്പിൽ നടന്ന ഒരുത്തൻ, ഹല്ലേലൂയ, അവൻ്റെ കൂടെ എവിടെ പോയാലും എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ അടുത്തൊരു രോഗി വന്നാൽ അവിടെ സൗഖ്യമുണ്ട്. അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയവുമായിട്ട് ആര് വന്നാലും അവിടെ മറുപടിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ തങ്ങൾക്ക് മുമ്പിൽ നടന്ന യേശുക്രിസ്തു തങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ വീണ്ടും ഒരു ദുഃഖമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച അവരുടെ കൺമുമ്പിൽ കാണുകയാണ്. ഒരു മനുഷ്യൻ പറന്ന് സ്വർഗാരോഹണം ചെയ്ത് മേഘങ്ങളിൽ എടുക്കപ്പെട്ടു പോകുകയാണ്. ഹല്ലേലൂയ. ഈ കാഴ്ച കാണുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ ഈ യേശുക്രിസ്തു അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഹല്ലേലൂയ. അവൻ പോയത് നിങ്ങൾ കണ്ടെങ്കിൽ അവൻ പോയതുപോലെ മേഘാരൂഢനായി ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവൻ പോയത്, അവൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു പോയത് ശിഷ്യന്മാർ കണ്ടെങ്കിൽ അവരോട് ദൂതൻ കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. ഇത് പോയത് നിങ്ങൾ കണ്ടെങ്കിൽ പോയതുപോലെ ഇറങ്ങി വരുന്നതും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘങ്ങളിൽ അവൻ ഇറങ്ങി വരുമെന്നൊക്കെ കേൾക്കുമ്പം സന്തോഷമാണെങ്കിലും ഉള്ളം കൊണ്ട് പലപ്പോഴും വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിതൊക്കെ VFXലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂണിലോ ഒക്കെ മാത്രം കണ്ടിട്ടുള്ള എന്തോ ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് നാം നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ട ശിഷ്യന്മാരോട് ഈ ഒരു ദൂത് പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ട്. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത നമ്മളോട് ഈ ദൂത് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പാടാ. ഹല്ലേലൂയ. കണ്ടിട്ടില്ലാത്ത നമുക്കൊരു ഉറപ്പ് തരാൻ വേണ്ടി, ഹല്ലേലൂയ, കണ്ടിട്ടില്ലാത്ത നമ്മളോട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, നമ്മുടെ രക്ഷകനായ ക്രിസ്തു വീണ്ടും നമ്മെ ചേർപ്പാൻ വേണ്ടി ഹല്ലേലൂയ മേഘങ്ങളിൽ ഇറങ്ങി വരും എന്നതിൻ്റെ ഉറപ്പ് തരാൻ വേണ്ടിയാ ഈ പ്രവചനങ്ങളുടെ നിവർത്തി മൊത്തം കാണിക്കുന്നത്. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകുമെന്നൊക്കെ പറഞ്ഞ് നശീകരണത്തിന്റെ വലിയൊരു സന്ദേശം ദേശങ്ങളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ യഹൂദനോടുള്ള എന്തോ വാഗ്ദത്തത്തിന്റെ നിവർത്തിയെക്കുറിച്ച് പറയുന്നതാണെന്ന്.
ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് യഹൂദനോടുള്ള സകല വാഗ്ദത്തങ്ങളും നിവർത്തിയായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ പ്രവചനങ്ങളും അതിന്റെ നിവർത്തികളും ഒറ്റ കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നതാ. എന്താണെന്നറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. അതിന്റെ ഉറപ്പിന് നേരിട്ട് പോയത് കാണാത്ത നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന പ്രവചനങ്ങളും അതിന്റെ നിവർത്തികളുമായത്. ഹല്ലേലൂയ. ശിഷ്യന്മാര് പോയത് കണ്ടു, നമ്മൾ കണ്ടില്ല. നമ്മുടെ ഉറപ്പിന് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാ ഈ പ്രവചനങ്ങൾ. അങ്ങനെയെങ്കിൽ അവൻ മടങ്ങി വരും എന്ന ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് ഉറപ്പാക്കണം. സംശയദൃഷ്ടിയോടെ ഇനി ഇത് കേൾക്കരുത്. ഇനിയും ഹല്ലേലൂയ കർത്താവ് വരുമെന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. ഒറ്റ കാര്യം, വേദപുസ്തകത്തിൽ വിശ്വസിക്കാനും ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒരു ഉറപ്പുണ്ടാകാനും ഈ പ്രവചനങ്ങൾ ഹല്ലേലൂയ അതിൻ്റെ നിവർത്തികൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. നാം വായിച്ച സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ഹല്ലേലൂയ, അതിലേക്കൊന്നു വരാം. ഈ ഗസ്സയോട് പറയുന്ന ഈ പ്രവചനങ്ങൾ, അല്ലെങ്കിൽ ഈ ഫെലിസ്ത്യ ദേശങ്ങളോട് മിസ്രൈമ്യ ദേശങ്ങളോടൊക്കെ പറയുന്ന ഈ പ്രവചനങ്ങൾക്കൊക്കെ മുമ്പ് 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതൽ സെഫന്യാവിൻ്റെ പുസ്തകം. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പേ കൂടി വരുവീൻ. അതേ കൂടി വരുവീൻ. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. മതി. ഇവിടെ വിളിക്കുക നാണമില്ലാത്ത ജാതിയെ. ഹല്ലേലൂയ. ഈ ഗസ്സയോടുള്ള പ്രവചനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ജാതീയ ദേശങ്ങളോടുള്ള പ്രവചനങ്ങളൊക്കെ ഇതിൻ്റെ താഴെ നാം കാണുകയാണ്. പക്ഷേ തുടങ്ങുന്നത് ഇങ്ങനെ, നാണമില്ലാത്ത ജാതിയെ. ഈ ഒരു വിളി കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരെ വിളിച്ചതാ? ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന, ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന ഈ ഫെലിസ്ത്യ ദേശങ്ങളെ നോക്കി വിളിക്കുകയാണെന്ന് അല്ല, ഇസ്രായേലിനെ നോക്കി വിളിക്കുകയാ. ഹല്ലേലൂയ. ദൈവ വഴിവിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ എഫ്രൈമിനെ പോലെ ജാതികളുമായി ഇടകലർന്നു പോയിരിക്കുന്ന അന്നത്തെ ഇസ്രായേലിനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക നാണമില്ലാത്ത ജാതിയെ. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ദൈവ വഴിവിട്ട് നടക്കുന്ന, വചനം വിട്ട് നടക്കുന്ന, ദൈവഹിതം മറന്ന് നടക്കുന്ന, ദൈവിക വാഗ്ദത്തങ്ങളെ വിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നടക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക നാണമില്ലാത്ത ജാതിയെ. ദിവസം പതിർ പോലെ, നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. ഹല്ലേലൂയ. നിർണയം ഫലിക്കുന്നതിന് മുമ്പേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. ഹല്ലേലൂയ. അടുത്തത്, യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിന് മുൻപേ, യഹോവയുടെ കോപ ദിവസം വരുന്നതിന് മുൻപേ കൂടി വരുവിൻ. അതേ കൂടി വരുവിൻ. മടങ്ങി വരാൻ ഒരു ആഹ്വാനമാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, 2024 എവിടെയെങ്കിലും നാം ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, 2024 എവിടെയെങ്കിലും നാം ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, 2024 എവിടെയെങ്കിലും നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, 2024 ദൈവം നമുക്ക് വേണ്ടി വരച്ച വരിയിൽ നിന്നും, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി വെച്ച വഴിയിൽ നിന്നും, നമുക്ക് തുറന്ന വഴികളിൽ നിന്നും, അവൻ ആഗ്രഹിച്ച വഴികളിൽ നിന്നും നാം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ തിരിച്ചു വിളിക്കുക. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടും, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നിട്ടും എന്നെ വിട്ട് മാറിപ്പോയ നാണമില്ലാത്ത ജാതിയെ, നിർണയം ഫലിക്കുന്നതിന് മുൻപേ ദിവസം പതിർ പോലെ പാറിപ്പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യഹോവയുടെ കോപ ദിവസം നിന്റെ മേൽ വരുന്നതിന് മുൻപേ ഒന്ന് കൂടി വരണം, ഒന്ന് മടങ്ങി വരണം, ദൈവസന്നിധിയിലൊന്ന് ഇരിക്കണം. എവിടെയെങ്കിലും ദൈവവഴി നാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, മടങ്ങി വന്ന് ദൈവസന്നിധിയിലൊന്ന് ഇരിക്കാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലൊന്ന് ഇരുന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും ഒന്ന് തുറന്നെടുക്കണം. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ വീണ്ടും ഒന്ന് തോണ്ടിയെടുക്കാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമുക്ക് തരുന്നൊരു ഉറപ്പുണ്ട്. യേശുക്രിസ്തു പോയപ്പോൾ ശിഷ്യന്മാർ സങ്കടപ്പെട്ടു. ശരിയാ, അവൻ്റെ കൂടെ എവിടെ പോയാലും അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. അവൻ്റെ കൂടെ എവിടെ പോയാലും ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. പക്ഷേ യേശുക്രിസ്തു പോകുന്നതിന് മുൻപേ നമുക്ക് തന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷനുള്ളൂ, വിശ്വസിക്കണം.
ഹല്ലേലൂയ. നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നടക്കുന്നവനാണെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നോട് വീണ്ടും പറയുക, ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവിക ഹല്ലേലൂയ വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് വീണ്ടും അവൻ സന്നിധിയിലൊന്ന് ഇരുന്നിട്ട്, ദൈവ ഹല്ലേലൂയ സന്നിധിയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങൾ വീണ്ടും ഒന്ന് തോണ്ടിയെടുത്തിട്ട്, അവനിലുള്ള വിശ്വാസത്തെ വീണ്ടും ഒന്ന് ഊട്ടി ഉറപ്പിച്ചിട്ട്, ഹല്ലേലൂയ, അവനിൽ കൂടെ അത്ഭുതങ്ങളെ നമ്മളിൽ കൂടെ അവൻ ചെയ്തെടുക്കാൻ താല്പര്യപ്പെടുമ്പോൾ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളുടെ അത്ഭുതങ്ങളെ ചെയ്തെടുക്കാൻ ദൈവം താല്പര്യപ്പെട്ടിരിക്കുക. ഞാൻ ചെയ്തതൊക്കെ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അടുത്ത വാചകം, ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. യേശുക്രിസ്തു ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നെങ്കിൽ, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ സഭ ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, യേശുക്രിസ്തു പോകുന്നത് കൊണ്ട് അവൻ ചെയ്തതിലും അധികം ചെയ്യാനുള്ള കൃപ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവിനോട് നാം ഏറ്റവും അടുത്ത് കാത്തിരിക്കുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള ജാതികളുടെ ഇടയിലേക്ക് നമ്മുടെ ശുശ്രൂഷ വ്യാപിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ ഉറപ്പിനും ദൈവപ്രവർത്തികൾക്കും ഹല്ലേലൂയ ജനം ഹല്ലേലൂയ മുൻകൈയെടുത്ത് മുന്നോട്ടിറങ്ങുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അവൻ ചെയ്തതിലും അധികം ചെയ്യാൻ വിളിക്കപ്പെട്ട നീ ദൈവസന്നിധിയിൽ ഇരുന്ന് വീണ്ടും ചിലതിനെ പ്രാപിപ്പാൻ തയ്യാറെടുക്കണം. ഇസഹാക്ക് അബീമേലെക്കിനടുക്ക് ചെല്ലുന്ന ഒരു കാഴ്ചയുണ്ട് വേദപുസ്തകത്തിൽ. ഹല്ലേലൂയ, അബ്രഹാമിന്റെ കാലത്തിന് ശേഷം വീണ്ടും ദേശത്തൊരു ക്ഷാമമുണ്ടായി. അങ്ങനെ ഹല്ലേലൂയ മിസ്രൈമിലേക്ക് പോകാൻ ഇസഹാക്ക് തയ്യാറെടുക്കുക. മിസ്രൈമിലേക്ക് പോയാൽ, അന്നത്തെ മിസ്രൈമിൽ ചെന്നാൽ കുറച്ച് പച്ചപ്പും അല്ലെങ്കിൽ കുറച്ച് സന്തോഷം അല്ലെങ്കിൽ കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. അങ്ങനെ തയ്യാറെടുത്ത് മനസ്സിൽ ചിന്തിച്ച്, പക്ഷേ ഇസഹാക്ക് അന്നേരം പോകുന്ന ഗെരാറിൽ അബീമേലെക്കിൻ്റെ അടുത്തേക്ക് തൽക്കാലം കുറച്ച് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ അപ്പൻ്റെ സുഹൃത്താണ് അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവ്. അപ്പന് സഹായം ചെയ്ത ആളാണ്. അബീമേലെക്കിൻ്റെ അടുത്തേക്ക് ചെന്നാൽ കുറച്ച് ഹെൽപ്പൊക്കെ കിട്ടും. ഹല്ലേലൂയ, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി അബീമേലെക്കിൻ്റെ അടുത്തേക്ക് പോകുക. പക്ഷേ അതിനുശേഷം മിസ്രൈമിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇസഹാക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ യാത്രയിൽ ഇസഹാക്കിനോട് പറയുക, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് നീ പാർക്കണം, ഈ ദേശത്ത് തന്നെ പാർക്കുക. അങ്ങനെ അബീമേലെക്കിൻ്റെ ഗെരാർ ദേശത്ത് ഇസഹാക്ക് പാർക്കുക. അവിടെ ചെല്ലുമ്പോൾ അബീമേലെക്ക് ആദ്യം ഇവരെ വരവേൽക്കുന്നുണ്ട്. ഇസഹാക്ക് ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാമിനെ അനുഗ്രഹിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഒന്നുമില്ലാത്തടത്തു നിന്ന് അല്ലെങ്കിൽ സകലത്തെയും വിട്ടിറങ്ങി തിരിച്ചവനാ അബ്രഹാം. ഹല്ലേലൂയ, കർത്താവ് വിളിച്ച വിളി അനുസരിച്ച് കർത്താവ് കൊടുത്ത നിയോഗം അനുസരിച്ച് സകലതും വിട്ട് അപ്പനെയും അമ്മയും കുടുംബത്തെയും ദേശത്തെയും വിട്ട് ഇറങ്ങി തിരിച്ചവൻ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, അത് അവനോടുള്ള ദൈവിക വാഗ്ദത്തമായിരുന്നു. ഇന്ന് ഞാനൊരു ദൂത് പറയാം. ഹല്ലേലൂയ, സകലതും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, സകലതും വിട്ട് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ വീട് വിട്ടിറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ നിന്നെ ഇറക്കി വിട്ടവരെ വിളിച്ചു കയറ്റാൻ ഈ ദേശത്ത് ദൈവം നിനക്ക് ഭവനം തരും. ഹല്ലേലൂയ, പ്രത്യേകിച്ചും കർത്താവിൻ്റെ ദാസൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ, അദ്ദേഹം വിശ്വാസത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചതാണ്, എനിക്കറിയാം. ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് വീട് വിട്ടിറങ്ങിയെങ്കിൽ ഇറക്കി വിട്ടവരെ വിളിച്ചു കയറ്റാൻ ഈ ദേശത്ത് ദൈവം ഒരു ഭവനം നൽകും. നിങ്ങൾ നിങ്ങളുടെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഒത്തിരി രാജ്യങ്ങളും ഒത്തിരി സഭകളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അങ്ങനെ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഒരു വലിയ പിൻബലമാണ്. ഹല്ലേലൂയ, ദൈവദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സഭായോഗം നടത്തിയും മറ്റു മീറ്റിങ്ങുകൾ നടത്തിയും അല്ലെങ്കിൽ ഹൗസ് സിറ്റിംഗ് നടത്തിയും മാത്രം പോകുന്നവരല്ല കർത്തൃദാസന്മാർ. ഹല്ലേലൂയ, രാത്രിയാമങ്ങളിൽ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാകയാൽ, വചനം പറയുക, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നതാകയാൽ അവർ സന്തോഷത്തോടെ ചെയ്യാൻ ഇടവരുത്തണം. ഹല്ലേലൂയ, അവർ സന്തോഷത്തോടെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉള്ളതൊക്കെ ചെയ്താൽ മതി. പക്ഷേ അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അവർ രാത്രിയാമങ്ങളിൽ കർത്തൃദാസനും കുടുംബവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കർത്തൃദാസനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഈ ദേശത്ത് ദൈവം നമ്മുടെ സഭയ്ക്കൊരു സ്ഥലം നൽകും. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്.
ഈ ദേശത്ത് ദൈവം സഭയ്ക്കൊരു സ്ഥലം നൽകും. സഭയ്ക്ക് സ്ഥലം നൽകുക മാത്രമല്ല, ഈ ദേശത്ത് ദൈവദാസന് ദൈവം ഒരു പാർപ്പിടം നൽകും. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ചിറക്കി ദൈവം വെറും കൈയോടെ വിട്ടോ? ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ദൈവം വിളിച്ചിറക്കിയെങ്കിൽ, വിശ്വാസത്തിന് വേണ്ടി നിന്നെങ്കിൽ വെറും കൈയോടെ വിടുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അവൻ വളർത്തുന്ന ദൈവമാ. അബ്രഹാം വരുമ്പോൾ തന്നെ ഒരു സൈന്യമാ അവൻ്റെ കൂടെ വരുന്നത്. ഹല്ലേലൂയ. ടെന്റ് മാറ്റി അടിക്കുമ്പോൾ എന്താ ഒരു സൈന്യമായിട്ടാണ് വരുന്നത്. തൻ്റെ ആടുമാടുകളുണ്ട്, ഇടയന്മാരുണ്ട്, ജോലിക്കാരുണ്ട്, മക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാം കൂടി ഒരു സൈന്യമായിട്ടാണ് വരുന്നത്. അബ്രഹാമിനേക്കാൾ അധികം ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ അബീമേലെക്കിന്റെ ഗെരാർ ദേശത്തേക്ക് ഇസഹാക്ക് കൂടാരം മാറ്റിയടിക്കുമ്പോൾ അവൻ്റെ കൂടെ വരുന്നത് ഒരു സൈന്യമാണ്. അവിടെ വന്നിട്ട് സകലരും ക്ഷാമത്തിലിരിക്കുമ്പോൾ ദൈവം അവനെ വെറുതെ വിട്ടോ? ഇല്ല, അവിടെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അന്യദേശത്ത് ദൈവം അനുഗ്രഹിച്ചു. അവിടെ അവന് സ്ഥലമൊരുക്കി. ദൈവം അവനെ അവിടെ വളർത്തിയതിന് ശേഷം ഇസഹാക്കിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ജനത്തിന് അവനോട് ഭയമാണ്. ഹല്ലേലൂയ. ഇവൻ ഞങ്ങളുടെ രാജ്യത്തെക്കാൾ വലുതാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തേക്കാൾ വലിയതായി ഇവനും ഇവൻ്റെ സൈന്യവും വളർന്നിരിക്കുക, അല്ലെങ്കിൽ ഇവൻ്റെ സൈന്യം ഞങ്ങളുടെ ദേശത്തിൻ്റെ സൈന്യത്തെക്കാൾ വലിയതാ. അങ്ങനെ ഒരു ഭയം ഹല്ലേലൂയ അബീമേലെക്കിൻ്റെ അടുത്തേക്ക് ആ ദേശത്തിലെ ആളുകൾ എത്തിക്കുമ്പോൾ ഹല്ലേലൂയ തുറന്നങ്ങ് കാര്യം പറയുക, നിന്നെ ഞങ്ങൾക്ക് പേടിയാ, നീ ഞങ്ങളെ കീഴടക്കുമെന്നും നീ ഞങ്ങളുടെ രാജ്യത്തെ കീഴടക്കുമെന്നും ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നീ ഇവിടം വിട്ട് താഴ്വരയിലേക്ക് മാറിപ്പാർക്കണം. ഹല്ലേലൂയ. താഴ്വരയിലേക്ക് മാറിപ്പാർക്കണമെന്ന് ഇസഹാക്കിനോട് ആവശ്യപ്പെടുമ്പോൾ ഇസഹാക്കിന് മല്ലിട്ട് നിൽക്കാനുള്ള കാരണങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതിനുള്ള സൈന്യമുണ്ട്, ശക്തിയുണ്ട്. വേണമെങ്കിൽ ഹല്ലേലൂയ മസിൽ പിടിച്ച് ഞാൻ ഇവിടെ തന്നെ പാർക്കുമെന്ന് പറയാൻ ഇസഹാക്കിന് കഴിയും. പക്ഷെ ഇസഹാക്ക് മിണ്ടിയില്ല, മാറിപ്പോയി. ഹല്ലേലൂയ. അവൻ ഒരു കാര്യം അറിയാം, എൻ്റെ അപ്പൻ സകലതും വിട്ടിറങ്ങി തിരിച്ചപ്പോൾ അവനെ നടത്തിയൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുന്നൊരു കാലഘട്ടമുണ്ട്. അവിടെ നീരോട്ടമുള്ളത് മുഴുവൻ ലോത്ത് കൊണ്ടുപോയപ്പോഴും ഹല്ലേലൂയ അനുഗ്രഹമുള്ളത് മുഴുവൻ ലോത്ത് കൊണ്ടുപോയപ്പോഴും ഹല്ലേലൂയ അതിനപ്പുറത്തൊന്നുമില്ലാത്ത തരിശ് ഭൂമി അബ്രഹാമിന് കിട്ടി. ഹല്ലേലൂയ. പക്ഷേ അവിടെ ദൈവം അനുഗ്രഹിച്ചത് ലോത്തിനെയല്ല, തരിശ് ഭൂമിയിൽ കൃഷി ചെയ്ത അബ്രഹാമിനെ. ഹല്ലേലൂയ. നീരോട്ടമുള്ളിടത്ത് കൃഷി ചെയ്ത ലോത്തിനെയല്ല, തരിശു ഭൂമിയിൽ കൃഷി ചെയ്ത അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ. നീരോട്ടമുള്ളിടത്ത് താമസിച്ച ലോത്തിന്റെ ആടുമാടുകളെയല്ല, തരിശു ഭൂമിയിൽ വെള്ളമില്ലാത്തടത്ത് പാർത്ത അബ്രഹാമിന്റെ ആടുമാടുകളെ ദൈവം വളർത്തിയത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്നൊരു ദൂത് പറയാം, വാഗ്ദത്തം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എവിടെ പോയാലും ഗതി പിടിക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒരു വഴിയും കാണണ്ട, നിന്റെ മുമ്പിൽ ഒരു സാധ്യതകളും വേണ്ട, നിന്റെ മുമ്പിൽ ഒരു അത്ഭുതങ്ങളും നീ പ്രതീക്ഷിച്ചിരിക്കണ്ട. നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു വഴിയോ ഒരു കാരണമോ ഒരു സാഹചര്യമോ അനുകൂലമായ ഒരു വ്യക്തിയോ കണ്ടില്ലെന്ന് വരാം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, ഇതൊന്നുമില്ലെങ്കിലും വാഗ്ദത്തം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ നടത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇസഹാക്ക് ഗെരാറിലേക്ക് മാറിപ്പാർക്കുക, താഴ്വരയിലേക്ക് മാറിപ്പാർക്കുക. താഴ്വരയിലേക്ക് മാറിപ്പാർക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകത കൂടെയുണ്ട്. തൻ്റെ പിതാവായ അബ്രഹാം അവിടെ താമസിച്ചപ്പോൾ അവിടെ കുഴിച്ചിരുന്ന കുറേ കിണറുകളുണ്ട്. ഇതൊക്കെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയൊക്കെയാണ്. ഹല്ലേലൂയ. മണ്ണിട്ട് മൂടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു വിടുന്നതിന് മുൻപേ അനുഗ്രഹങ്ങളും നീരൊഴുക്കുകളും ഉറവകളും സകലതും അടച്ചിട്ട ശത്രു അങ്ങോട്ട് വിടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, അനുഗ്രഹത്തിൻ്റെയോ ഭൗതിക അവസ്ഥയോ ഒന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തിരുന്ന ആത്മീയ അനുഭവങ്ങൾ, കൃപകൾ, കൃപാവരങ്ങൾ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് ശത്രു മണ്ണിട്ട് മൂടിയൊക്കെയല്ലേ. ഹല്ലേലൂയ. അവർക്ക് ദൈവം അവരുടെ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന, അവരുടെ ജീവിതത്തിൽ കൊടുത്തിരുന്ന ആത്മീയ അനുഭവങ്ങൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ശത്രു മണ്ണിട്ട് മൂടിയിരിക്കുകയല്ലേ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, ഇസഹാക്ക് ചെന്ന് ഈ കിണറുകളൊക്കെ വീണ്ടും തോണ്ടിയെടുത്ത് അപ്പൻ അതിനിട്ടിരുന്ന അതേ പേരുകൾ തന്നെ ഇട്ടെന്ന് വചനത്തിൽ വായിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, കൂടി വരാൻ ഒരു ആഹ്വാനം ദൈവം നമുക്ക് തരുമ്പോൾ ഹല്ലേലൂയ കോപ ദിവസം വരുന്നതിന് മുൻപേ കൂടി വന്ന് ദൈവസന്നിധിയിൽ ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ശത്രു മണ്ണിട്ട് മൂടിയത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, ഉറവുകളെ
വീണ്ടും തോണ്ടിയെടുക്കാൻ, വീണ്ടും ഒന്ന് കുഴിച്ചെടുക്കാൻ, വീണ്ടും ആ ആത്മീക അനുഭവങ്ങളും ആത്മീക ഉറവുകളും അനുഭവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, നീ അതിനുവേണ്ടി തയ്യാറെടുത്ത് ദൈവസന്നിധിയിൽ ഒന്നിരിക്കണം. 2024 ദൈവം സഭയിലുള്ള ചെയ്തെടുത്തതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യപ്രവർത്തികളും ദേശത്തിന് മുൻപിൽ അടയാളമായി ദൈവം 2025 ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ, ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാ, ദൈവസന്നിധിയിൽ ഒന്ന് കൂടി വന്നിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയതിനെ, പിതാക്കന്മാരുടെ കാലത്ത് ശത്രു മണ്ണിട്ട് മൂടിയതിനെ വീണ്ടും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കടന്നു വന്ന് ഒന്ന് കുഴിച്ചെടുക്കാൻ, ഒന്ന് തോണ്ടിയെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ദൈവപ്രവൃത്തി മരിച്ചിട്ടില്ല കേട്ടോ. പലതും മറഞ്ഞിരിക്കുക, പലതും മണ്ണിനടിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാൻ, നിനക്ക് വേണ്ടി ഇന്നും ഞാൻ ഉറവുകളെ തുറന്നു വെച്ച് കാത്തിരിക്കുമ്പോൾ, നിനക്ക് വേണ്ടി ഇന്നും ഞാൻ നീരൊഴുക്കുകൾ തുറന്നു വെച്ച് കാത്തിരിക്കുമ്പോൾ, നീ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. കൂടി വരണം, പ്രാർത്ഥിക്കണം, തോണ്ടിയെടുക്കണം, ചിലതിനെ കുഴിച്ചെടുക്കണം. പിതാക്കന്മാർക്ക് കൊടുത്തത് കൊണ്ട് ഇസഹാക്ക് നിർത്തിയോ? നിർത്തിയില്ല. ഹല്ലേലൂയ. അപ്പൻ കുഴിച്ചിരുന്ന ഫെലിസ്തീൻ മണ്ണിട്ട് മൂടിയ ആ കിണറുകളൊക്കെ വീണ്ടും കുഴിച്ചെടുക്കുക മാത്രമല്ല, അതിനപ്പുറത്ത് അതുകൊണ്ട് സന്തോഷിച്ച്, കർത്താവെ അപ്പന് കൊടുത്തിരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഉറവുകളുമെല്ലാം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് മാറിയിരുന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയല്ല ചെയ്തത്. വീണ്ടും മാറിയിരുന്ന് അടുത്തത് കുഴിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് വീണ്ടും കുഴിക്കാൻ തുടങ്ങി. അവിടെ ആദ്യം ഏശക്കിൻ്റെ അനുഭവവും രണ്ടാമത് സിദ്നയുടെ അനുഭവവും ഒക്കെ വന്നു. ഹല്ലേലൂയ. കയ്പിൻ്റെ അനുഭവങ്ങൾ, പകയുടെ അനുഭവങ്ങൾ, കുഴിച്ചെടുത്തത് നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഒക്കെ ജീവിതത്തിൽ വന്നെങ്കിലും അധ്വാനത്തിൻ്റെ ഫലം ഫെലിസ്ത്യൻ കൊണ്ടുപോകുന്ന, ഗെരാറിലെ ഇടയന്മാർ കൊണ്ടുപോകുന്ന അനുഭവങ്ങളൊക്കെ അവിടെ ഇസഹാക്കിന് മുമ്പിൽ വന്നു. പക്ഷേ അവിടെയൊന്നും മത്സരിച്ച് നിന്നില്ല, അവിടെയൊന്നും ഫൈറ്റ് ചെയ്ത് നിന്നില്ല, ഇത് എൻ്റെതാണെന്ന് പറഞ്ഞ് നിന്നില്ല. ദൈവം എന്നെ വിളിച്ചെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. ഞാൻ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയുമായി, ദൈവമേൽപ്പിച്ച ജോലിയുമായി, ദൈവമേൽപ്പിച്ച ഭൗതിക തലങ്ങളുമായി, ദൈവമേൽപ്പിച്ച സഭയുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എന്ത് പ്രതിബന്ധം വന്നാലും, എൻ്റെ അനുഗ്രഹങ്ങളെ ഏതൊക്കെ ശത്രു കൊണ്ടുപോയാലും, എൻ്റെ ഉറവുകൾ ആരൊക്കെ മണ്ണിട്ട് മൂടിയാലും, എൻ്റെ അവകാശങ്ങൾക്ക് ഏത് ശത്രു അവകാശം പറഞ്ഞാലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, വീണ്ടും പ്രവർത്തിക്കാൻ, ദൈവസന്നിധിയിൽ വീണ്ടും കുഴിക്കാൻ, വീണ്ടും ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ രഹബോത്തിനെ ഒരുക്കാൻ, വിശാലതയൊരുക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും മരിച്ചിട്ടില്ല. അവൻ നിനക്ക് വേണ്ടി രഹബോത്ത് ഒരുക്കും. ഹല്ലേലൂയ. 2 പ്രാവശ്യം കുഴിച്ചത് ഗെരാറിലെ ഇടയന്മാർക്കുണ്ട്. അവർ പറയാ, ഇസഹാക്കി കുഴിച്ചത് നീയാ, പ്രാർത്ഥിച്ചത് നീയാ, നിന്റെ കൈവേലയാ, നിന്റെ ഇടയന്മാരുടെ അധ്വാനമോ, പക്ഷെ വെള്ളം ഞങ്ങളുടെയാ. പലരുടെ അനുഭവം ഇതാ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, ആഗ്രഹിച്ച്, അധ്വാനിച്ച്, കാത്തിരുന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ്, പക്ഷെ ശത്രു കൊണ്ടുപോവുകയാണ്. നന്മ വരുമ്പോൾ അവകാശം പറയുന്ന ശത്രു, നന്മ വരുമ്പോൾ അവകാശം പറയുന്ന രോഗം, നന്മ വരുമ്പോൾ അവകാശം പറയുന്ന അപകടം, നന്മ വരുമ്പോൾ അവകാശം പറയുന്ന മറ്റ് ബാധ്യതകൾ, ഇതൊക്കെ മുൻപിൽ വരിക. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, 2025 ദൈവം നിനക്ക് വേണ്ടി ഏശക്കും സിദ്നയും അല്ലേ ഒരുക്കുന്നത്. 24 കണ്ട ഏശക്കോ 24 കണ്ട സിദ്നയോ 2025 നീ കാണത്തില്ല. 2025 ദൈവത്തിൻ്റെ മഹത്വമുള്ളൊരു രഹബോത്ത് നിനക്ക് വേണ്ടി ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹങ്ങളെ മിസ്രൈമ്യൻ കൊണ്ടുപോയിക്കോട്ടെ, അവൻ അടിയറവ് പറഞ്ഞോട്ടെ, ഫെലിസ്ത്യൻ തട്ടിയെടുത്തോട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ദൈവം നിനക്ക് വേണ്ടി മഹത്വമുള്ളൊരു രഹബോത്ത് അപ്പുറത്ത് ഒരുക്കുന്നുണ്ട്. രഹബോത്ത് കിട്ടിയത് കൊണ്ട് ഇസഹാക്ക് നിർത്തിയോ? നിർത്തിയില്ല. രഹബോത്ത് കിട്ടി, വിശാലത വരുത്തി, ദൈവം നമുക്ക് വിശാലത വരുത്തി എന്ന് പറഞ്ഞ്, സ്ഥലമൊരുക്കി എന്ന് പറഞ്ഞ് അവിടെ രഹബോത്ത് എന്ന സ്ഥലത്തിന് പേരിട്ടു. അതുകൊണ്ട് നിർത്തിയില്ല, വീണ്ടും കുഴിച്ചു. വീണ്ടും കുഴിക്കുമ്പോഴും ഇസഹാക്ക് പ്രതീക്ഷിക്കുന്നത്, വീണ്ടും കുഴിക്കുമ്പോഴും ഇസഹാക്ക് പ്രതീക്ഷിക്കുന്നത് ഒരു രഹബോത്തിന് മുമ്പ് ഏശക്കും സിദ്നയും ഉള്ളതുപോലെ അടുത്ത ഒരു കിണറ് കുഴിക്കുന്നതിന് മുൻപ് വീണ്ടും പ്രതികൂലങ്ങളുണ്ടാകുമെന്ന. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങിയാൽ പിന്നെ നീ പ്രതികൂലത്തെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. 2025 ദൈവം നിനക്ക് രഹബോത്ത് ഒരുക്കിയാൽ അതിനപ്പുറത്തൊരു ശിവ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി.
ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സഭ ഈ ദേശത്തൊരു വിശാലതയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭയുടെ അതിരുകളെ വിശാലമാക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക 2024 നീ കണ്ട ഗ്ലോറി അല്ല, അതിനപ്പുറത്തൊരു മഹത്വം കൂടെ, ഒരു എക്സലന്റ് ഗ്ലോറി ദൈവം 2025 നിനക്ക് വേണ്ടി ഒരുക്കും. ഹല്ലേലൂയ. അതിരുകളെ ദൈവം വിശാലമാക്കും. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നാം കാണും. നാം രഹബോത്ത് 2024 കണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാ, അതിനപ്പുറത്ത് പ്രതികൂലങ്ങളില്ലാത്ത, ഏശക്കില്ലാത്ത, സിദ്നയില്ലാത്ത ഒരു ബേർഷേബ നിനക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അതിന് വാഗ്ദത്തത്തിൻ്റെ കിണറെന്നാ പേര്. ഹല്ലേലൂയ. അവനതിന് വെൽ ഓഫ് ഫോത്ത്, വാഗ്ദത്തത്തിൻ്റെ കിണറെന്ന അർത്ഥമുള്ള ശിബ എന്ന് പേരിട്ടു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് വേണ്ടി ഒരു വലിയ ദൈവിക വാഗ്ദത്തം ഒരുങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ കാണുന്ന നന്മകളോ, ഈ ഭൂമിയിൽ നീ കാണുന്ന അനുഗ്രഹങ്ങളോ മാത്രമല്ല, ഈ ഭൂമിയിൽ നീ കാണുന്ന ദൈവപ്രവൃത്തികൾ മാത്രമല്ല, ഇതെല്ലാം ഈ ഭൂമിയിലുള്ളത്. അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്, ശുശ്രൂഷയുടെ വളർച്ചയുണ്ട്, ഹല്ലേലൂയ, ദൈവപ്രവൃത്തികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ലോകം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. നാം ഇവിടം വിട്ട് പോകേണ്ടവരാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, കൂടി വരുവിൻ, അതെ കൂടി വരുവിൻ. എന്നിട്ട് 3 കാര്യം അന്വേഷിക്കണം. എന്താ? അവനെ അന്വേഷിപ്പിൻ, നീതി അന്വേഷിപ്പിൻ, സൗമ്യത അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അവനെ അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. എവിടെയെങ്കിലും ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള സഹവാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാം, നീ അവിടെ നിന്നിട്ട് തിരിച്ചു പോയിട്ട് അവനെ ഒന്ന് അന്വേഷിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരിക്കണം, കൂടി വരണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടു പോയിടത്ത് നിന്ന് അവനെ അന്വേഷിച്ചൊന്ന് കണ്ടെത്തണം. ദൈവമേ, എൻ്റെ വലം കൈക്കൊന്ന് പിടിക്കണേ, അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് തരണമേ, അങ്ങയുടെ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ, അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് വേണം. അടുത്തത് നീതി അന്വേഷിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തോടൊരു നീതിയുണ്ട്, മനുഷ്യനോടൊരു നീതിയുണ്ട്, നാം നമ്മോട് തന്നെ കാണിക്കേണ്ട ഒരു നീതിയുണ്ട്. നീതി ഞാൻ അതിനധികം വിശദീകരിക്കുന്നില്ല. നീതി അന്വേഷിക്കണം. അടുത്തത് സൗമ്യത അന്വേഷിക്കണം. ഹല്ലേലൂയ. സൗമ്യത അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഈ 3 യഹോവയിൽ നിന്നുള്ളത് അല്ല, അല്ലേ? ജഡമോഹം, കൺമോഹം, ഈ 2 കാര്യത്തിൽ അത്യാവശ്യം വിൽ പവറുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സെൽഫ് കൺട്രോളുള്ള ആർക്കും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷെ 3-മത്തേത് പ്രൈഡ് ഓഫ് ലൈഫ്, ജീവനത്തിൻ്റെ പ്രതാപം, നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കടന്നു കയറിയാൽ, അധികാരമോഹം കടന്നു കയറിയാൽ, പണത്തോടുള്ള ആർത്തി കടന്നു കയറിയാൽ, ലോകസുഖങ്ങളോടുള്ള ഇഷ്ടം അധികമായി കടന്നു കയറിയാൽ, ഹല്ലേലൂയ, ഇതിനെ മാറ്റാൻ കുറച്ച് പാടാ. ഇത് നാം തിരിച്ചറിയാനും കുറച്ച് പാടാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാ, സൗമ്യത അന്വേഷിക്കണം. അഹങ്കാരമല്ല, പ്രൈഡല്ല, ഞാനെന്ന ഭാവമല്ല. ദൈവസന്നിധിയിൽ മനുഷ്യന് മുമ്പിലും ദൈവത്തിന് മുമ്പിലും സൗമ്യതയോടെ കടന്നു വരാൻ കഴിയണം. മീഖാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇതേ വാചകങ്ങൾ ഒന്ന് പാരഫ്രൈസ് ചെയ്തുപോലെ പറയുന്നുണ്ട്. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഒന്ന് വായിക്കാമോ? മീഖാ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ 3 കാര്യങ്ങളെ ഒന്ന് പാരഫ്രൈസ് ചെയ്തതുപോലെ മീഖാ പ്രവചനത്തിലൂടെ വീണ്ടും നമ്മളോട് പറയുക, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? വേറൊന്നും ദൈവം നിന്നോട് ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല. വചനത്തിലുള്ള ഏതെങ്കിലും ഒന്നിനോട് നാം തെറ്റിയാൽ, വചനത്തിലുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കാരണത്തോട് നമ്മുടെ ജീവിതത്തിൽ നാം പിഴവ് കാണിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയും, ഈ 3-ൽ ഒന്നിനോട് നാം പിഴച്ചു പോകും, അല്ലെങ്കിൽ ഈ 3-ൽ ഒന്നിനോട് നാം തെറ്റിപ്പോകും.
ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിൽ വയ്ക്കണം. 2025 കർത്താവിൻ്റെ വരവ് താമസിച്ച് നാം കടക്കുന്നുവെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ന്യായം പ്രവർത്തിപ്പാൻ, ദയാ തൽപരനായിരിക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാൻ, ദൈവത്തെ അന്വേഷിപ്പാൻ, സൗമ്യത അന്വേഷിപ്പാൻ, ന്യായം പ്രവർത്തിപ്പാൻ, നീതിയോടെ നടപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ഇത് ചെയ്ത് ദൈവസന്നിധിയിൽ നേരോടെ നടന്നാൽ നമ്മളുടെ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദൈവദാസൻ മാത്രം നേരോടെ നടന്നുകൊണ്ട് കാര്യമില്ല. സഭ ദൈവദാസനോട് ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പലരും ഫ്ലോട്ടിംഗ് വിശ്വാസികളാണ്. നിങ്ങളൊക്കെ പഠിക്കാൻ വന്ന് ഇവിടെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാം, ദൈവം നിങ്ങളെ ഇവിടെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവദാസനോട് ചേർന്ന്, ഈ ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. ദൈവദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദേശത്തിൻ്റെ ഹല്ലേലൂയ അന്ത്യകാല ശുശ്രൂഷ ചെയ്തെടുക്കാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ഈ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിൻ്റെ സംഭവങ്ങളും ലക്ഷണങ്ങളും ഒക്കെ കർത്താവിൻ്റെ വരവിൻ്റെ അവരോധങ്ങളായി സംഭവിക്കുമ്പോഴും രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം നിന്റെ ദാസനോടുള്ള ഹല്ലേലൂയ ചേർന്ന് നിന്നുകൊണ്ട്, കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്നുകൊണ്ട് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടാൻ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഈ ദേശത്ത് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുക. ആ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ മുതൽക്കൂട്ടാകണം. ഹല്ലേലൂയ. ആ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ മുതൽക്കൂട്ടാകണം. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ, നേരത്തെ ഹല്ലേലൂയ നാം വായിച്ച കാര്യമാ, സൈന്യങ്ങളുടെ യഹോവ എന്തുകൊണ്ട് ഗസയോടും മറ്റ് ദേശങ്ങളോടും ഭയങ്കരനായിരിക്കും? ഒറ്റ കാര്യം, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് അവർ നിന്ദയും വമ്പും കാണിച്ചിരിക്കുന്നു. ദൈവം അവരോട് ഭയങ്കരനായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ഹല്ലേലൂയ, നിൻ്റെ മുമ്പിൽ ഏശക്കിൻ്റെ അനുഭവങ്ങളുണ്ടായിരുന്നു, നിൻ്റെ മുമ്പിൽ സിദ്നയുടെ അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കെതിരെ നിന്ന ജാതീയ ശക്തികൾ, നിനക്കെതിരെ നിന്ന് ദേശാധിപതിയുടെ ശക്തികൾ 2025 നീ കാണത്തില്ല. ഹല്ലേലൂയ. ചില പ്രതിഷ്ഠകളെ ദൈവം ഇളക്കും, ചുറ്റുമുള്ള ചിലതിനെ ദൈവം ഇളക്കും. ദൈവം ചില ദേശങ്ങളെ ഇളക്കും. ഹല്ലേലൂയ. ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. നിനക്കെതിരെ നിൽക്കുന്ന ആകാശത്തിൻ്റെ ശക്തികൾ ഇളകപ്പെടും. നിനക്കെതിരെ നിൽക്കുന്ന ഭൂമിയുടെ ശക്തികൾ അതിനെ ദൈവം ഇളക്കും. കാറ്റും കടലും നിനക്കെതിരെ നിന്നാൽ, കര നിനക്കെതിരെ നിന്നാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, അവൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചവൻ. ഹല്ലേലൂയ. അല്പസമയം എന്നോട് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അവൻ്റെ വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ചവൻ, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നന്ദിയോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് കടന്നു വരാമോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ദേശത്ത് നമുക്ക് വേണ്ടി ഹല്ലേലൂയ വീര്യപ്രവൃത്തികളെ ചെയ്തെടുക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഈ ദേശത്ത് നമുക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുകയാണ്. ഈ ദേശത്തെ ഹല്ലേലൂയ ദൈവപ്രവൃത്തി അയക്കാൻ പോകുകയാണ്. നമുക്ക് വിരോധമായി നിന്ന യേശക്കും, നമുക്ക് വിരോധമായി നിന്ന ഫെലിസ്തീനും, നമുക്ക് വിരോധമായി നിന്ന ഹല്ലേലൂയ ദേശാധിപതിയുടെ ശക്തികളും, നമുക്ക് വിരോധമായി നിന്ന ഇടയന്മാരും നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, എന്നേക്കുമായി ഞാൻ ചിലതിനെ ഓടിക്കാൻ പോകുകയാണ്. ഇനി ഒരുത്തനും പ്രതിഷ്ഠിക്കാത്ത വിധം ചിലതിനെ ഞാൻ ഇവിടെ നാട്ടിപ്പായിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ദേശത്ത് ഞാൻ ചെയ്തെടുക്കാൻ പോകുകയാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിൻ്റെ ജനം ഹല്ലേലൂയ വീണ്ടും ഒന്ന് കൂടി വന്ന് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേലയ്ക്ക് വേണ്ടി മുതൽക്കൂട്ടാകാൻ, അവൻ്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങ് കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാൻ, നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും, നിന്റെ സഭയിലൂടെ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ സഭയിലൂടെ ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഞാൻ വീര്യപ്രവൃത്തികളെ അയക്കും. 3-ാം അധ്യായം, സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഹല്ലേലൂയ. താഴ്മയുള്ളൊരു ജനത്തെ, ദാരിദ്ര്യമുള്ളൊരു ജനത്തെ, നേരത്തെ പറഞ്ഞു സൗമ്യനായി നടക്കാൻ, അവനെ അന്വേഷിപ്പാൻ, ദയാതൽപരനായിരിക്കാൻ, ദൈവമായ യഹോവയുടെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഞാനെന്ന ഭാവം വിട്ടിട്ട് എൻ്റെ ഇഷ്ടങ്ങളെ വിട്ടിട്ട്, എൻ്റെ ആഗ്രഹങ്ങളെ വിട്ടിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിലേക്ക്, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ഞാൻ നിൻ്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും. ഇസഹാക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തനായില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയാ, പിതാക്കന്മാർക്ക് കൊടുത്ത ആത്മീയ അനുഭവങ്ങൾ കൊണ്ട് നീ തൃപ്തനാകരുത്. വീണ്ടും ദാരിദ്ര്യത്തോടെ, ആത്മീക ദാരിദ്ര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. അപ്പാ പോരാ, എന്നെ വീണ്ടും നിറയ്ക്കണം.
നിറഞ്ഞ പാത്രമായി എന്നും കടന്നു പോകാനല്ല, അല്ലെങ്കിൽ വീണ്ടും ഒഴിഞ്ഞ പാത്രം പോലെ കടന്നു വന്നിട്ട് കർത്താവെ എന്നെ നിറച്ചത് പോരാ, എന്നിലൂടെ ചെയ്തെടുത്തത് പോരാ, എൻ്റെ സഭയിലൂടെ ചെയ്തെടുത്തത് പോരാ, എണ്ണത്തിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവെ, ഞങ്ങൾക്ക് വിശാലത തരണമേ, ഞങ്ങൾക്കൊരു സ്ഥലമൊരുക്കണമേ, ആത്മീയ അനുഭവങ്ങൾ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ സഭയിൽ കർത്താവെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായി ഞങ്ങളുടെ യുവതി യുവാക്കളും ഞങ്ങളുടെ വൃദ്ധന്മാരും ഞങ്ങളുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കുന്ന ഒരു സഭയായി, അവരുടെ പ്രാർത്ഥനകളിൽ അത്ഭുതം കാണുന്ന ഒരു സഭയായി കർത്താവെ 2025 ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും, അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കുന്നവൻ ഹല്ലേലൂയ അവന് ഒരു പ്രത്യേകതയുണ്ട്, അവർ മേഞ്ഞു നടക്കും, ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. അവർ മേഞ്ഞു നടക്കും, ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. ഒരു ആട് ഹല്ലേലൂയ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടം അവർ മേഞ്ഞ് നടക്കുമെന്നല്ല, മേഞ്ഞ് കിടക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മേയാൻ പോയ ആട്ടിൻകൂട്ടം കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ഒരു ശത്രുവും കാണരുത്, അതിനെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും അതിൻ്റെ മുമ്പിൽ കാണരുത്. അതിന് ശാന്തതയുള്ള സമാധാനമുള്ള ഒരു സാഹചര്യം അതിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ മേയാൻ പോകുന്ന ആടുകൾ കിടക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തത്തില്ല. ഇന്ന് നിന്റെ മുമ്പിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ശക്തികളുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ മുമ്പിൽ ഹല്ലേലൂയ നിനക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ മുമ്പിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന കാര്യങ്ങളും കാരണങ്ങളും വ്യക്തികളും ശക്തികളും ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, 2025 നീ മേഞ്ഞു കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തത്തില്ല. ആരെങ്കിലും നിന്റെ ശുശ്രൂഷ വ്യാപിക്കും, ആരും നിനക്കെതിരെ നിൽക്കത്തില്ല. ഒരു ശക്തിയും നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ സഭയുടെ വളർച്ചയ്ക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെ, വ്യക്തി ജീവിതങ്ങൾക്ക് നേരെ, കർത്താവിന്റെ ദാസന് നേരെ ഒരു ശക്തിയും നിൽക്കാതെ വണ്ണം സമാധാനത്തോടെ ഈ ദേശത്ത് കർത്താവിന്റെ പ്രവർത്തികളെ ചെയ്തെടുക്കുന്ന ഒരു അത്ഭുതത്തിന്റെ സാഹചര്യം, ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷ ഈ ദേശത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുമ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഈ ആലയത്തിന്റെ അടുത്ത സ്ഥിതി ഇതുവരെ കണ്ടതിലും മഹത്വകരമായിരിക്കും. ഹല്ലേലൂയ. ഇതുവരെ നടത്തിയതിലും അത്യന്തപരമായി ദൈവം നടത്താൻ പോകുക. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം, ഇനി വരാൻ പോകുന്ന ഗ്ലോറി മുന്നത്തേതിലും വലിയതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു, വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു, വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റി പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റി പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ, തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും.
നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ വെണ്മ വസ്ത്രധാരിയായ യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാണീ ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാണീ ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഹല്ലേലൂയ.